ചെമ്പ് തെളിയുക എന്ന് നമ്മൾ പറയുന്ന മലയാളത്തിലെ ഇഡിയോ എന്ന് പറഞ്ഞാൽ സത്യം പുറത്തു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ സ്വർണം മാറിയിട്ട് ചെമ്പ് തെളിഞ്ഞു, സത്യം പുറത്തു വന്നു. അവിടെ നടക്കുന്നത് കവർച്ചയാണ്, മോഷണമാണ്, സെയിലാണ്. സ്വർണ്ണപ്പാളി ഇളക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഈ ഡൈറ്റിക്ക് മങ്ങലേക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടാണ് വീണ്ടും സ്വർണം പൂശാനെന്ന് പറഞ്ഞ് ചെമ്പിനെ കൊണ്ടുപോകുന്നത്. അതൊരു സംസ്കാരത്തെയും കൂടെ ഇല്ലാതാക്കിയിരിക്കും, വിശ്വാസവും സംസ്കാരവും കൂടെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതും പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായുള്ള ഒരു വലിയൊരു കവർച്ച നടന്നിരിക്കുകയാണ്. ഈ മോഷണം ചെയ്തിരിക്കുന്നവർക്കും ഈ ഡേറ്റിയിലുള്ള വിശ്വാസം കുറഞ്ഞിട്ടില്ല. കാരണം ഇത് കൊണ്ട് നടന്ന് പ്രദർശിപ്പിച്ച് കാശ് മേടിച്ചിരിക്കുകയാണ്. ഇടമലയാർ കേസിലൊക്കെ ഇപ്പോൾ റിട്ടയർ ചെയ്ത സ്ട്രെച്ചറിൽ കിടന്നവരെയൊക്കെ വരെ കോടതി വിളിച്ചു വരുത്തിയില്ലേ? അതൊക്കെ നടക്കും ഇതിനകത്ത് നടക്കും. അതിനേക്കാളും വലിയ ക്രൈമല്ലേ ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. ഒരു വിശ്വാസ സമൂഹത്തിനെ മൊത്തം പറ്റിച്ചിരിക്കുകയല്ലേ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം കത്തിക്കയറുകയാണ്. ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ വി.ഡി. സതീശൻ ശക്തമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സ്വർണ്ണപ്പാളി വിവാദത്തിൽ നടന്നിരിക്കുന്നത് കളവും, അതായത് മോഷണവും വിൽപ്പനയുമാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണം. പ്രതിപക്ഷം വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടും ഉണ്ട്. പരിശോധിക്കാം നമുക്ക് ഈ വിഷയം ഭരണപക്ഷത്തെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും, അന്വേഷണം എത്രത്തോളം ശക്തമായി മുന്നോട്ട് പോകും, ആരൊക്കെയാണ് സംശയത്തിൻ്റെ നിഴലിലുള്ളത്. നമ്മോടൊപ്പം ചേരുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എൽ അജിത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമല വിവാദം, അല്ലെങ്കിൽ നമ്മൾ ഒരല്പം പുറകിലേക്ക് നോക്കുമ്പോൾ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടുണ്ടായത് വലിയ വിവാദമാണ്. പൊതുജനം ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങുന്നു പ്രതിഷേധവുമായി. അതിനുശേഷം ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി നിലപാട് തിരുത്തി. ഭക്തർക്കൊപ്പമാണ് തങ്ങൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കെ പറയുകയും ചെയ്തു. ഇപ്പോഴിതാ വീണ്ടും ഈ സ്വർണ്ണപ്പാളി വിവാദം വരുന്നു. അത് ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ശബരിമലയിൽ മലയാളിയുടെ ഒരു കാര്യം, അല്ലെങ്കിൽ ഭക്തരുടെ, അയ്യപ്പ ഭക്തർ എന്ന് തന്നെ പറയാം. മലയാളിയിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്, ആന്ധ്രയിൽ നിന്ന് വരുന്നുണ്ട് അയ്യപ്പ ഭക്തരല്ല, ബോംബെയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വലിയ ഒരു അയ്യപ്പ ക്ഷേത്രം, അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേട് നടന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. കോടതി ഇടപെട്ട് അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു, ഈ വിഷയം ഭരണപക്ഷത്തെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും? ലിയോ, ഇതിനകത്ത് ഒരു ട്രാജിക് ഐറണിയാണ് നമ്മൾ പറയുന്ന ഷേക്സ്പിയറിയൻ അല്ലെങ്കിൽ തിയേറ്ററിക്കൽ വേർഡ് എന്ന് പറയുന്ന ഒരു ട്രാജിക് ഐറണിയാണ്. അതിന് കാരണം ഞാൻ ആ വേർഡിൽ തന്നെ തുടങ്ങിയെന്നുള്ളത് കാരണം നേരത്തെ ലിയോ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, ഈ നേരത്തെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സെറ്റ് ബാക്ക് ഈ സർക്കാരിനെതിരെ, സർക്കാരിൻ്റെ സെൻസ് CPM ലെഡ് LDFനെതിരെ ഒരു വികാരം ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് റെട്രിബ്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു പാവ പരിഹാരാർത്ഥം ചെയ്യുന്നൊരു സംഭവമാണ് ഈ പറഞ്ഞ അയ്യപ്പ സംഗമം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി. ആ റെട്രിബ്യൂഷനെ ആണ് ഇപ്പോൾ ഈ ചെമ്പ് തെളിയുക എന്ന് നമ്മൾ പറയുന്ന മലയാളത്തിലെ ഇഡിയോ എന്ന് പറഞ്ഞാൽ സത്യം പുറത്തു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ സ്വർണം മാറിയിട്ട് ചെമ്പ് തെളിഞ്ഞു, സത്യം പുറത്തു വന്നു. അവിടെ നടക്കുന്നത് കവർച്ചയാണ്, മോഷണമാണ്, സെയിലാണ്. അപ്പോൾ അതിന് 36 കിലോ കൊടുത്ത UB ഗ്രൂപ്പിൻ്റെ സ്വർണ്ണമാണ് അപ്രത്യക്ഷനായിരിക്കും. അപ്പോൾ ഇതിന് ആ 36 കിലോയുടെ ഇന്നത്തെ വില അനുസരിച്ച് 3.5 കോടി 3,60,00,000 രൂപ അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഡേറ്റിയുടെ വില കൂടെ നമ്മൾ ഇടാം. ഡേറ്റിയുടെ വില എന്ന് പറഞ്ഞാൽ ഭക്തരുടെ ഇങ്ങനെ വന്നു കൂടുന്ന ഭക്തരുടെ എന്താ പറയുക, അമാനുഷികമായ പവറുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്തുള്ള വിഗ്രഹമാണ് മോഷണം പോകുന്നത്. അപ്പോൾ അതിന് വില നമുക്ക് മതിക്കാൻ പറ്റില്ല. വെറും 36 കോടി രൂപ എന്ന് പറയാൻ പറ്റില്ല, 3.5 ലക്ഷം കോടി എന്ന് പറയാൻ പറ്റില്ല, അതിന് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വി.ഡി. സതീശൻ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏത് കോടീശ്വരൻ്റെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത് എന്നുള്ളത് അറിയണം. അതെ അതെ. അപ്പോൾ ആ കോടീശ്വരൻ്റെ ആസ്തിയെക്കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആരാണ് എന്നുള്ളത്. ഇതിപ്പോൾ 2019 ഇത് സംബന്ധിച്ചുള്ള ആദ്യത്തെ പൂശലിന് വേണ്ടി കൊണ്ടുപോകുന്നത്, സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നത്.
അതിനു മുമ്പ് എടുത്ത ചിത്രം, ഇത് കൊണ്ടുപോകുന്നതിന് മുമ്പ് എടുത്ത ചിത്രത്തിൽ യാതൊരു കുഴപ്പവും കാണുന്നില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ യാതൊരു കുഴപ്പവും കാണുന്നില്ല എന്നാണ് ഏവരും പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങളുടെ ചിത്രസഹിതം, അവരുടെ ആർക്കൈവ്സിൽ ഉണ്ടായിരുന്ന ചിത്രസഹിതമാണ് ഒന്നാം പേജിൽ വാർത്തയടിച്ചിരിക്കുന്നത്, ഒന്നിലേറെ മാധ്യമങ്ങൾ. അപ്പോൾ അതിന് ശേഷം ആണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരാവശ്യവുമില്ലാതെ ഈ പാളി കൊണ്ടുപോയി സ്വർണം പൂശാൻ എന്ന പേരിൽ കൊണ്ടുപോകുന്നു. മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കൊണ്ടുപോയത് ചെമ്പാണെന്ന്. സ്വർണം കൊണ്ടുവന്ന് ചെമ്പാണെന്ന് എഴുതുന്നു, തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൽ ഭാരം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. അവിടെയും അവസാനിച്ചില്ല, വീണ്ടും 2025 കൊണ്ടുപോകുന്നു. ഇങ്ങനെ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ഒരു ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം, അതിന് പുറത്തുകൂടി ആരും ഒന്നും ചെയ്യുന്നില്ല, അതിൽ തൊടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം ഭക്തരൊക്കെ ഒരു പരിധിക്ക് ഇപ്പുറത്ത് നിന്നാണ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ ദ്വാരപാലക ശില്പത്തിൽ നമുക്ക് തൊട്ട് തൊഴാനൊന്നും പറ്റില്ല, മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെയൊന്നും. എന്നിട്ടും അതിൽ ഇപ്പോൾ പറയുന്നത്, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മൊഴി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് ബൈറ്റ് നൽകിയിരിക്കുന്നത്, അത് ചെമ്പ് തെളിഞ്ഞത് കൊണ്ടാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയതെന്നാണ്. ചെമ്പ് അങ്ങനെ കാറ്റടിച്ചാൽ അലിഞ്ഞു പോകുമോ സ്വർണം? ഇല്ല, അവിടെ അതിൻ്റെ ആ മെറ്റലിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നിലവിളക്ക്, വിളക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്, ഇത് നമ്മൾ മിക്കവാറും ആഴ്ചയിലൊരിക്കലെങ്കിലും ഇതിന് പുളിയും മറ്റുമൊക്കെ വെച്ച് ചെമ്പിനെ വൃത്തിയാക്കി നല്ല തിളക്കമുള്ളതാണ്. അപ്പോൾ സ്വർണ്ണം പാളി ഇളക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്വർണ്ണപ്പാളി ഇളക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഈ ഡൈറ്റിക്ക് മങ്ങലേക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടാണ് വീണ്ടും സ്വർണം പൂശാനെന്ന് പറഞ്ഞ് ചെമ്പിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രൊസീജിയറെല്ലാം വയലേറ്റ് ചെയ്തിട്ട് ഇത് ചെമ്പ് തന്നെയാണെന്ന് ഇത് ചെയ്തവർക്ക് ബോധ്യമുണ്ട്. ഇതിൻ്റെ കസ്റ്റോഡിയൻസ് ആരൊക്കെയാണോ അവർക്കിത് ബോധ്യമുണ്ട്. ഇതിൻ്റെ സ്വർണ്ണപ്പാളി എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഇതിന് മങ്ങലേൽക്കുന്നുണ്ട്, ഇത് ചെമ്പാണ്, മങ്ങലേൽക്കുന്നുണ്ട്, അതുകൊണ്ട് മങ്ങൽ മാറ്റാൻ വേണ്ടി വെളുപ്പിക്കാൻ കൊണ്ടുപോയത്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ കോടതി തന്നെ ഇടപെട്ടു, അന്വേഷണം പ്രഖ്യാപിച്ചു, പ്രത്യേക സംഘത്തെയൊക്കെ നിയോഗിച്ചിരിക്കുകയാണ്. വാട്ട് യു തിങ്ക് അന്വേഷണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ? ഇത് കാരണം കോടതിക്ക് മുന്നിൽ തെളിവാണ് സമർപ്പിക്കേണ്ടത്, തെളിവ്. അപ്പോൾ ഇനിയിപ്പോൾ അന്വേഷണം പിന്നിലേക്ക് പോകുമായിരിക്കും. ഇനിയിപ്പോൾ വിജയ് മല്യയുടെ ഗ്രൂപ്പ് സമർപ്പിച്ചത് സ്വർണം, അല്ലെങ്കിൽ ആ സ്വർണം സംബന്ധിച്ചുള്ള തെളിവുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണം തൊട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? അല്ല, അതാണല്ലോ ഇതിപ്പോൾ സർക്കാർ ഏജൻസികളൊന്നും അല്ല. വിജിലൻസ് എന്ന് പറയുന്ന ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും വിജയ് മല്യ കൊടുത്ത സ്വർണത്തിൻ്റെ തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് റെക്കോർഡുണ്ട് ഓൾറെഡി. ഇതിന് ഓൾറെഡി റെക്കോർഡുണ്ട്. അവിടെയാണ് കോടതി പിടിച്ചിരിക്കുന്നത്. ഉള്ള റെക്കോർഡ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പഴയ കാലത്തെ ഒരു റെക്കോർഡ് വെച്ചിട്ട് 1999 റെക്കോർഡ് വെച്ചിട്ടാണ് കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ലിയോ ചോദിച്ച പ്രകാരം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, സർക്കാർ കോടതിയുടെ മുന്നിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡെന്ന് പറയാം. പക്ഷേ സർക്കാർ എന്നിവിടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നത്, ദേവസ്വം ബോർഡെന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല. ഇതിനൊരു മന്ത്രി തന്നെ ഉണ്ട്. അതും ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഒരു മന്ത്രിയായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അതോറിറ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് മാത്രമല്ല. ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് മാത്രം അല്ലെങ്കിൽ അവിടുത്തെ കമ്മീഷണർക്ക് മാത്രം തീരുമാനം എടുക്കാവുന്ന കാര്യമല്ല ഇത്. ഇത് ഭക്തിയുടെ ഒരു സംഭവമല്ലേ. ഇപ്പോൾ വിജയ് മല്യ ഈ 36 കിലോ സ്വർണം കൊടുത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഭക്തിയാണ്. അതിന് നമുക്ക് ഈ വിലയിടാൻ പറ്റില്ല, സ്വർണത്തിൻ്റെ വിലയിടാൻ പറ്റില്ല. അതെ, അപ്പോൾ ഈ അങ്ങനെ വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വിശ്വാസികൾക്കുള്ള വിശ്വാസം, ആ ഡയറ്റിയിലുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത്. തകർക്കപ്പെടുമെന്ന് മാത്രമല്ല, അതൊരു സംസ്കാരത്തെയും കൂടെ ഇല്ലാതാക്കിയിരിക്കും. വിശ്വാസവും സംസ്കാരവും കൂടെ ഇല്ലാതാക്കിയിരിക്കുന്നു. അതും പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായുള്ള ഒരു വലിയൊരു കവർച്ച നടന്നിരിക്കുകയാണ്. കോടതി തന്നെ ഏറ്റുമാനൂർ സ്റ്റീവൻ ഡയറ്റി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അയാളെ പിടിച്ചു. പിന്നീട് അത് നായനാരുടെ കാലത്തോ മറ്റായിരുന്നു. അപ്പോൾ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതൊരു ബ്ലേറ്റൻ്റ് ആയിട്ട് പകൽക്കൊള്ള പോലെയാണ് നടക്കുന്നത്. കാരണം ഈ ദ്വാരപാലകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് ഈ സാങ്ക്തും സാങ്ക്തോറിയത്തിൽ ഇരിക്കുന്നത് പോലെയും അല്ല. സാങ്ക്തും സാങ്ക്തോറിയത്തിലാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഈ പ്രീസ്റ്റ് മാത്രമേ കാണുന്നുള്ളൂ, അടുത്ത് നിന്ന് കാണുകയും കൈകാര്യം ചെയ്യും. ഇതല്ല, ഇത് ലക്ഷോപലക്ഷം വിശ്വാസികൾ വന്നു പോകുന്നിടത്ത് കാണുന്ന ദ്വാരപാലകരാണ്. ഈ ദ്വാരപാലകരെന്ന് പറയുന്നത് ദൈവത്തെ സംരക്ഷിക്കാൻ ദൈവികമായിട്ടുള്ള ഒരു
കവചമാണ്, ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു എന്താ പറയുക, ഒരു ഫോഴ്സാണ് അവിടെ വച്ചിരിക്കുന്നത്. അവർക്കും ശക്തി ഉണ്ടെന്നുള്ളതുകൊണ്ട് അതിനെ തന്നെ കവർ ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ പകൽക്കൊള്ളയാണ്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. ഇടയ്ക്ക് ശ്രീകോവിലിൻ്റെ പ്രധാന വാതിൽ മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ കട്ടളയൊക്കെ മാറ്റി. പഴയ വാതിലും കട്ടളയും ഒക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ചില വ്യക്തികളൊക്കെ ചോദിക്കുന്നതും കേട്ടിരുന്നു. അല്ല, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സംഭവം എന്ന് പറഞ്ഞാൽ ഈ മോഷണം ചെയ്തിരിക്കുന്നവർക്കും ഈ ഡേറ്റിയിലുള്ള വിശ്വാസം കുറഞ്ഞിട്ടില്ല. കാരണം ഇത് കൊണ്ടു നടന്ന് പ്രദർശിപ്പിച്ച് കാശ് മേടിച്ചിരിക്കുകയാണ്. ഇത് കൊണ്ടു നടന്ന് 1.5 മാസത്തോളം കൊണ്ടു നടന്ന് 1.5-3 മാസത്തോളം കൊണ്ടു നടന്നാണ് ഇതിനെ വിറ്റ് കാശാക്കിയിരിക്കുകയാണ് ഈ പവറിനെ. അതെ, എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ അതിനെ തൊഴാൻ തയ്യാറായവരും എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഉണ്ടാവും. അല്ല, ഈ ഇപ്പം നമ്മൾ ശബരിമലയ്ക്ക് ഞാൻ പോയിട്ടുള്ളതാണ്. ഞാൻ 85-ൽ ഞാനും പോയിട്ടുള്ളത്. അപ്പം നമ്മളീ പോകുമ്പോൾ ഈ ദ്വാരപാലകരെയൊന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കില്ല. നമ്മൾ നേരെ അയ്യപ്പനെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളിങ്ങനെ ഒരു ഡേറ്റി, ഇങ്ങനെ ദ്വാരപാലകരെന്ന് പറയുന്ന 2 ഡേറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. എത്ര വർഷം വന്നു പോയവരും അങ്ങനൊരു സംഭവമുണ്ട്, ശരിയാണല്ലോ, അത് നമ്മൾ തൊഴുതിട്ടില്ലല്ലോ. ഇതാണ് ഭക്തിയെ വിറ്റ് കാശാക്കിയിരിക്കുകയാണ്. അതെ അതെ. ഭക്തി എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള ഡേറ്റിയെ, ശക്തിയുള്ള ഡേറ്റിയെ അടിച്ചു മാറ്റി അതിനെ കൊണ്ടു നടന്ന് വിൽപ്പന, ഭക്തിയെ വിറ്റ് കാശാക്കുന്നത് കൂടാതെ അതിലെ യഥാർത്ഥ അതിൻ്റെ മാറ്റിനെല്ലാം എടുത്തു മാറ്റിയിരിക്കുക. ഇതിനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന വേളയിൽ ഇവർക്ക്, അതായത് വിശ്വാസമില്ലാത്തവർക്ക് അയ്യപ്പനെ കുറിച്ചുള്ള ആഗോള അയ്യപ്പ സംഗമം എങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം പ്രസക്തമായി ഉയർന്നിരുന്നു. അപ്പോൾ അവർ തിരിച്ച് മുഖ്യമന്ത്രി തന്നെ ചോദിച്ചത് തന്നെ അല്ലെങ്കിൽ തങ്ങളെ മാറാൻ സമ്മതിക്കില്ലയോ, ഇപ്പോൾ ഭക്തർക്കൊപ്പമാണ് തങ്ങൾ എന്നുള്ള രീതിയിലാണ് വന്നത്. അങ്ങനെ ഭക്തരുടെ വിശ്വാസം വീണ്ടും തിരിച്ചു പിടിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഈ കളവ്, ഈ മോഷണം, ഇത് സംബന്ധിച്ചുള്ള കാര്യം പുറത്തു വരികയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, അങ്ങ് പറയുകയുണ്ടായി സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തും? ഈ തിരഞ്ഞെടുപ്പിന് ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഇതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയല്ല. ഇതല്ലാതെ സഹജമായ താല്പര്യങ്ങൾ കൊണ്ട്, സഹജമായ താല്പര്യങ്ങളാണ് ഈ കൊള്ളയ്ക്ക് കാരണമായത്. പക്ഷെ അതിപ്പോൾ ഈ പറഞ്ഞില്ലേ, ദൈവത്തെ തൊട്ടുള്ള കളിയായിപ്പോയി. തൊട്ടപ്പോൾ ചെമ്പ് തെളിഞ്ഞു. അത് ഏത് രീതിയിൽ നിന്നോ ആര് കൊണ്ടുവന്നു എന്നുള്ളതല്ല, അതിനകത്ത് പ്രതിപക്ഷത്തിനോ പൊതുജനത്തിനോ ഒന്നുമല്ല. പക്ഷേ സംഭവിച്ചിരിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞ ഒരു ട്രാജിക് ഐറണിയായി മാറി. ഈ ട്രാജിക് ഐറണിയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിച്ചു, ഹിന്ദു വോട്ട് ക്രോഡീകരണം ഉണ്ടായി. ഞാൻ പറയാണ്, എനിക്കറിയില്ല ലിയോടത്ത് മറ്റാരെങ്കിലും പറഞ്ഞു എന്ന്. ഞാൻ പറയുന്നു, ഇത് ഹിന്ദു വർഗീയ വോട്ടിൻ്റെ ക്രോഡീകരണത്തിന് ഇതൊരു കാരണമാകും. ഇതൊരു കാരണമാകും, ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഇതിനെ ശരിയായ രീതിയിൽ, പക്ഷേ ലിയോ നേരത്തെ പറഞ്ഞു അനുകൂലമായി മാറും എന്നുള്ളതാണ്. അതാണ് ഹിന്ദു വർഗീയ വോട്ട് ക്രോഡീകരിക്കാൻ കാരണമാകുമെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഹിന്ദുക്കളുടെ വോട്ട് ഒരു വശത്തേക്ക് മാറും. അപ്പോൾ അതൊന്ന്. അപ്പോഴും ഇവർ പറയാൻ പോകുന്നത്, ഇവർ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണല്ലോ സംഗമം. അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ ട്രാജിക് ഐറണിയിലേക്ക് വന്നത്. അപ്പോൾ ലിയോ ഇൻട്രോയിൽ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നിലപാട് അസംബ്ലിയിൽ അവർ തെളിയിച്ചു. അപ്പോൾ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? UDF എവിടെ നിൽക്കുന്നു? കോൺഗ്രസ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സ് കവർന്നെടുത്തിരിക്കുന്നു ഈ ചെമ്പ് തെളിഞ്ഞതോടുകൂടി. ഒരു ശക്തമായ നിലപാടല്ലേ അസംബ്ലിയിൽ ഇന്നലെ ഇന്നും അവരെടുത്തിരിക്കുന്നു. അവരിപ്പോൾ പറയുന്നത്, അവർ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ 19 മുതൽ ഇങ്ങോട്ടുള്ള ദേവസ്വത്തിൻ്റെ പ്രസിഡൻറ്റുമാർ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, അതിൻ്റെ ഉദ്യോഗസ്ഥർ കൺസേൺഡ് ഈ കാര്യങ്ങൾ നടന്നപ്പോഴുള്ള, കാരണം ഇതിനെല്ലാം ഒരു പ്രോട്ടോക്കോൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ആചാരലംഘനം എന്ന് പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഡേറ്റി, പവർഫുള്ളായിട്ടുള്ള ഒരു ഡേറ്റിയെ പുറത്തു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് മതിയായ കാരണങ്ങളും പ്രൊസീജിയറും വേണ്ടി പാലിക്കണ്ടേ. ഇതൊന്നും പാലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ട്രാജിക് ഐറണി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ പലരും റിട്ടയർ ചെയ്തിട്ടുണ്ട്, കമ്മീഷണർമാരും എഞ്ചിനീയേഴ്സും. അവരെല്ലാം ദേ വിൽ ബി ഓൾ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അപ്പോൾ അതാണ് കോടതി ഇനിയിപ്പോൾ നിരീക്ഷിക്കും. കോടതി അവരെല്ലാം വിളിച്ചു വരുത്തും. അതെ, നമുക്ക് അങ്ങനെയുള്ള കേസുകൾ, ഇടമലയാർ കേസിലൊക്കെ ഇപ്പോൾ റിട്ടയർ ചെയ്ത സ്ട്രെച്ചറിൽ കിടന്നവരൊക്കെ വരെ കോടതി
വിളിച്ചു വരുത്തിയില്ലേ? അതെ. അതൊക്കെ നടക്കും ഇതിനകത്ത് നടക്കും. അതിനേക്കാളും വലിയ ക്രൈമല്ലേ ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. ഒരു വിശ്വാസ സമൂഹത്തിനെ മൊത്തം പറ്റിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് കോടതി സീരിയസ് ആയിട്ട് കാണും. ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ എങ്കിലും എൻ്റെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ പേരിൽ അപ്പോൾ ജനഹൃദയങ്ങളിലേക്ക് കടന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ വോട്ട് പൂർണ്ണമായും കിട്ടേണ്ടത് UDF തന്നെ ആയിരിക്കില്ലേ? സെക്കുലർ വോട്ടുകളെല്ലാം UDF തന്നെ കിട്ടും. UDF കിട്ടും. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല ഈ സർക്കാരിൻ്റെ ഈ ദൈവങ്ങളോടൊക്കെ ഉള്ള സമീപനം ഫേക്കാണ് എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. അല്ല, വേറൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ കൂടി ഒത്തൊരുമയോടുകൂടി കോൺഗ്രസ്സുകാരൊക്കെ നിന്നിരുന്നെങ്കിൽ ഇതിനകം തന്നെ അവർക്ക് കുറേ കൂടി കോൺഫിഡൻ്റ് ആയിട്ടും കുറേയൊക്കെ സ്ട്രൈഡ്സ് മുന്നോട്ട് പോകാൻ സാധിക്കും. എനിക്കത് ലിയോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ഒത്തൊരുമയോടാണല്ലോ പോകുന്നത്. അവർ ഒത്തൊരുമയോടാണ്. ഞാൻ മറ്റ് ചാനലുകളിലും മറ്റൊരു സംസാരിക്കുമ്പോൾ, മറ്റു പാർട്ടിക്കാരോടും രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അവർ ഒത്തൊരുമ ഇല്ലാത്തവരാണെന്ന് പറയും. ഒത്തൊരുമയൊക്കെ അവർക്കുണ്ട്. ഒരു പ്രശ്നമില്ല. അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളതിനകത്ത് വേർന്ന് കാണേണ്ടത്, നമ്മൾ മാധ്യമപ്രവർത്തകരെങ്കിൽ കാണേണ്ട ഒരു സംഭവം, ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഏക ഛത്രാധിപതി, ഞാനല്ലാതെ ഈ കത്തോലിക്ക വിശ്വാസപ്രകാരം ഞാനല്ലാതെ മറ്റൊരു ദൈവം എന്ന് പറയുന്നൊരവസ്ഥയാണ് CPM-ൽ ശ്രീ പിണറായി വിജയൻ്റെ അവസ്ഥ ഇപ്പോൾ. അത്രയും അപ്രമാദിത്വമാണ്. പക്ഷേ അതല്ല UDF സംബന്ധിച്ചൊരു ഗുണമെന്ന് പറയുന്നത് 2, 3, 4 1 ഡസൻ പേരുണ്ട്. ഓക്കെ. 1 ഡസൻ പേരുണ്ട്. ഒരാൾ അഴിമതിക്കാരനാണ്, ഒരാൾ കഴിവില്ലാത്തവനാണെങ്കിൽ മാറ്റി അടുത്ത ആളുണ്ടെന്നേ. അത് നല്ലതല്ലേ? സെക്കുലർ സംഭവത്തിൽ ഒരു പ്രസ്ഥാനത്തിന് അങ്ങനെയല്ലേ നല്ലത്? അതുകൊണ്ട് അവർക്ക് തമ്മിൽ അങ്ങനെ നമ്മൾ അവരുടെ ഇതൊന്നും നമ്മൾ നോക്കണ്ട. അവർക്ക് അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആളുകൾ വരും. ഓക്കെ. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നോ നാളെയോ അവസാനിക്കുന്ന ഒരു വിഷയമല്ല. അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പഴയ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മന്ത്രിയും ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വന്ന് കൃത്യമായി കാര്യങ്ങൾ പറയേണ്ടി വരും എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം ശ്രീ എൽ അജിത് പറഞ്ഞിരിക്കുന്നത്, ഇതിലൂടെ ഒരു വോട്ട് ധ്രുവീകരണമുണ്ടാകും, ഹൈന്ദവ വോട്ടുകളുടെ ഒരു ധ്രുവീകരണമുണ്ടാകും. അത് സംഘപരിവാറിന് വോട്ട് മറിച്ച് നൽകുവാനുള്ള പിണറായി വിജയൻ്റെ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള ഒരു പ്രോഗ്രാമിന് കരുത്താകും എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇവിടെ ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി UDF ശക്തമായ മുന്നേറ്റമുണ്ടാക്കും, കോൺഗ്രസ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകും, അവർക്ക് വലിയൊരു മാൻഡേറ്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് എന്നും അദ്ദേഹം പറയുകയാണ്. എന്തായാലും ഒന്നുകൂടി പറയുന്നുണ്ട്, വിശ്വാസികളുടെ വിശ്വാസം തകർക്കുന്ന തരത്തിലുള്ള നെറികെട്ട നടപടികളാണ് ഇക്കഴിഞ്ഞ കുറേ വർഷം കേരളം ഭരിച്ചവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന കാര്യം കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഏതായാലും അതിന് തീർച്ചയായും വിശ്വാസികൾ മറുപടി നൽകും എന്നുകൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ എൽ അജിത്. ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്ന അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.